എല്ലാം മാറ്റുന്ന വിജയം. യുദ്ധത്തിന്റെയും ഭയത്തിന്റെയും അരാജകത്വത്തിന്റെയും ഒരു ലോകത്ത് എല്ലാം മാറ്റിയൊരു സംഭവമുണ്ട്: യേശുക്രിസ്തുവിന്റെ ഉയിർത്തെഴുന്നേൽപ്പ്. ക്രിസ്തു ഉയിർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ശൂന്യമാണ്, നമ്മുടെ പ്രത്യാശയും പോയി. 1 കൊരിന്ത്യർ 15:14. എന്നാൽ അവിടുന്ന് ഉയിർത്തെഴുന്നേറ്റിരിക്കുന്നു. മരണം പരാജയപ്പെട്ടു, പാപം തകർന്നു, കല്ലറ കീഴടക്കപ്പെട്ടു. എന്നാൽ ശ്രദ്ധിച്ചു കേൾക്കൂ, നിങ്ങൾക്ക് ഈസ്റ്റർ ആഘോഷിക്കാൻ കഴിയില്ല ക്രൂശിനെ നേരിടാതെ. ക്രിസ്തുവിനോടൊപ്പം ഉയിർത്തെഴുന്നേൽക്കാൻ നിങ്ങൾ പാപത്തിനു മരിക്കണം. അവിടുത്തെ സന്തോഷം അനുഭവിക്കാൻ നിങ്ങൾ പശ്ചാത്തപിക്കണം, വിശ്വസിക്കണം, അനുസരിക്കണം. കാരണം അവിടുത്തെ ക്രൂശിച്ച അതേ പാപം ഇപ്പോഴും മനുഷ്യഹൃദയത്തിൽ ജീവിക്കുന്നു. എങ്കിലും ഇന്ന് പ്രത്യാശയുണ്ട്. അവിടുന്ന് മരണത്തെ വിജയത്തിൽ വിഴുങ്ങിക്കളഞ്ഞു. 1 കൊരിന്ത്യർ 15:54. ഇതാണ് നിങ്ങളുടെ നിമിഷം. അവിടത്തേക്ക് തിരിയുക, ഉറച്ചു നിൽക്കുക, ശക്തരായിരിക്കുക. 1 കൊരിന്ത്യർ 16:13. നിങ്ങളുടെ ജീവിതം അവിടുത്തെ ശക്തിയെ പ്രതിഫലിപ്പിക്കട്ടെ. കാരണം ഈസ്റ്റർ ഒരു ആഘോഷം മാത്രമല്ല, അത് രൂപാന്തരീകരണത്തിലേക്കുള്ള വിളി കൂടിയാണ്. ക്രിസ്തു ഉയിർത്തെഴുന്നേറ്റു. വിജയം ഇവിടെയുണ്ട്. നിങ്ങളത് സ്വീകരിക്കുമോ?